പറ്റുള്ളൂ നമുക്ക് നമ്മളായിട്ട് മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷാമിന്റെ റൂം എന്ന് പറഞ്ഞാൽ ഗൈസ് അത്രമാത്രം സാധനങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമല്ല. പക്ഷേ സാധനങ്ങളുണ്ട്, പക്ഷെ ഈ സാധനങ്ങളിലാണ് നമ്മളായിട്ട് ഇനി ഒളിഞ്ഞിരിക്കേണ്ടത്. അതെ, അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ ടഫ് ആവും ഗൈസ്. കാരണം കുറച്ച് സാധനങ്ങൾ ഉള്ളപ്പോ നമുക്ക് അതെ ഒളിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം എന്താ പറയാ, നമ്മള് ഈസി മീഡിയം ഹാർഡ് എന്നുള്ള പോലെ ഈസി ശ്രീന്റെ റൂമിൽ കഴിഞ്ഞു, ഇത് മീഡിയത്തിലാണ് എത്തി നിൽക്കുന്നത്. അതെ, ശ്രീന്റെ റൂമിൽ നിന്ന് ചെയ്തപ്പോ ഒരുപാട് പേര് പറഞ്ഞിട്ടായിരുന്നു ഷാമിന്റെ റൂമിൽ ചെയ്യാതാണ് ഷാമിന്റെ റൂമുകൾ പിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് ഗൈസ് ഇതിന്റെ റൂമിന്റെ അവസ്ഥ. ഞാൻ കുറെ ടോയ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെതാ ഇതിന്റെ ടേബിളിന്റെ ഈ ഒരു ഏരിയയാണ്. ഇവിടെ ഞാൻ അങ്ങനെ വൃത്തികേടാക്കിയിട്ടില്ല, കുറച്ച് സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇതിന്റെ റൂമിന്റെ ഇപ്പത്തെ വിശേഷങ്ങൾ. ഇവിടെയാണ് നമ്മൾ ഒളിക്കാൻ പോകുന്നത്, നമ്മൾ സാധനങ്ങളായി മാറാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ചാലഞ്ച് കാണുന്നവർക്ക് ഇതിനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചിലപ്പോ ഈ റൂമിന്റെ എന്തൊരു സാധനമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇപ്പൊ ഞാൻ ചിലപ്പോ ഈ ലാമ്പ് ഇരിക്കും, ഞാൻ ചിലപ്പോ ഈ ബ്ലാങ്കറ്റ്, ഞാൻ ചിലപ്പോ ഈ അലമാര. അപ്പൊ ഇങ്ങനെയാണ് ഒരാള് സീക്കറോ ആയിരിക്കും, രണ്ടുപേര് ഒളിക്കുമായിരിക്കും ചെയ്യുന്നത്. അതായത് സല്ലു നമുക്ക് ഓരോ റൗണ്ടിൽ ഓരോ ലെറ്റർ തരും. ഇപ്പൊ എക്സാമ്പിൾ ലെറ്റർ എൽ ആണെങ്കിൽ ആ ലാമ്പായി മാറും. ഞാൻ ലാമ്പായി മാറും. അതെ, ഷാമിയാണ് കണ്ടുപിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ എല്ലാം വെച്ച് മറ്റെന്താ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിട്ട് ഞാൻ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാമ്പ് അല്ല ഈ റൂമിലുള്ളത്. ഒന്ന് നീ പറയണോ? ഒരുപാട് ലാമ്പ് മാത്രമല്ല, എല്ലാം വെച്ച് തുടങ്ങുന്ന വേറെ ലെറ്റർ ബോക്സ് ഉണ്ട് അവിടെ. അല്ല, അങ്ങനത്തെ പല പല സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ എന്ത് വേണമെങ്കിലും നമ്മളായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ കണ്ടുപിടിക്കാന്ന് വെച്ചാല് നമുക്ക് 3 മിനിറ്റ് ആണ് ടൈം. ആ 3 മിനിറ്റിനുള്ളിൽ നമുക്ക് 4 ചാൻസ് ആയിരിക്കും ഉണ്ടാവും. അതിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രീസ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ 4 തവണയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവുക. ഈ ഫ്രീസ് കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തവണ മാത്രമാണ് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ടാവുക. അതായത് 2 പ്രാവശ്യം നമ്മൾ ഈ ഓപ്ഷൻസ് പറഞ്ഞതിന് ശേഷം തെറ്റുമല്ലോ. അപ്പൊ അവസാനത്തെ ഒരു ഓപ്ഷനാണ് ഈ ഫ്രീസ് കാർഡ്. ഈ ഫ്രീസ് കാർഡ് വേണം നമ്മൾ പറയും. അപ്പൊ ഈ ഫ്രീസ് കാർഡ് എടുത്തു കഴിഞ്ഞാല് അവരെന്തായിട്ടാണോ എന്ത് സാധനമായിട്ടാണോ മാറിയത് അതേപോലെ ഒരു ആക്ഷൻ, അതേപോലെ രൂപം നമ്മളെ മാറി നിന്ന് ഇവർക്ക് കാണിച്ച് സീക്കർക്ക് കാണിച്ചു കൊടുക്കാം. അതെ, ഫസ്റ്റ് പാർട്ട് 1 കണ്ടവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ പല പല രൂപത്തിലായിട്ട് മാറി. ഇപ്പൊ എക്സാമ്പിൾ ടേബിൾ ലാമ്പ് ഇതാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനാണ് ടേബിൾ ലാമ്പായി മാറിയെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ ഇതാണ് ഇപ്പൊ അതിന്റെ രൂപം. ഈ രൂപം കണ്ട് ഏകദേശം മനസ്സിലാക്കിയിട്ട് വേണം സീക്കർ കണ്ടുപിടിക്കാൻ വേണ്ടി. ഫ്രീസ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4ാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഫ്രീസ് കാർഡ് യൂസ് ചെയ്യാതെ 4ാമത്തെ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതെ, അപ്പൊ ഇതാണ് ഇതിന്റെ റൂൾസ്. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. ലോട്ട് ഉണ്ട് കേസിന്റെ അടുത്ത് 5 ഉണ്ട്, ശ്രീ ഉണ്ട്, ഷാമി ഉണ്ട്. ഇതില് ആരാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്? എനിക്ക് പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓള് പോവലിന്റെ പോലെ ആദ്യം മൊത്തം 2 റൗണ്ട് ഞാൻ തോന്നുന്നു. ഒരു ലോട്ട് കിട്ടിയിട്ടുണ്ട്. ഷാമിന്റെ റൂമിൽ ശ്രീ, നല്ലൊരു കോമ്പിനേഷൻ. ലാബ് എന്തായാലും ആവില്ല കേട്ടോ. ഇനി ഗൈസ് നമുക്കുള്ള ലെറ്റർ ആണ് തരേണ്ടത്. നിങ്ങൾക്കുള്ള ലെറ്റർ ബി. ഇവിടെ അധികം ബ്ലൂ കളറുള്ള സാധനങ്ങളാണുള്ളത്. അപ്പൊ കുറച്ചുകൂടെ ടഫ് ആയിരിക്കും. ബ്ലാങ്കറ്റ്, പിന്നെ ബാസ്കറ്റ് അല്ല, ബാസ്കറ്റ് പിന്നെ ഇവിടെ ബാസ്കറ്റ്, ഇത് ബ്ലൂ മാറ്റ്, ബ്ലൂ ചെയർ, കുറെ ബ്ലൂണ്ടല്ലേ. ബട്ടർഫ്ലൈ ഉണ്ട്. ബ്ലൂ ഡിനോസർ. പിന്നെ ബ്ലൂ ബെഡ്ഷീറ്റ് എന്ന് പറയാം. ബെഡ്ഷീറ്റും ഒക്കെ ബ്ലൂ തന്നെ. ഈ വെച്ചിട്ട് ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ ഞങ്ങൾക്ക് കാണുന്നത്. ഇതാ ബ്ലൂ മറ്റേ കൊരങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ബാസ്കറ്റ് അത് ചിലപ്പോ കണ്ടുപിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ജി വെറുതെ അതിന് നിൽക്കണ്ട. അല്ലെന്താ ഞാൻ പറയാൻ യെല്ലോ കളറിൽ അങ്ങനെ പോയാലും ശരിയാ. ഞാൻ ഈ ബാസ്കറ്റ് ആണ് കേട്ടോ. അതായത് ഇത് 5 ആണ്. ഞാൻ ബട്ടർഫ്ലൈ കഴിഞ്ഞ പ്രാവശ്യം ആയത്. അപ്പൊ ചിലപ്പോ ഈ പ്രാവശ്യം പെട്ടെന്ന് ബട്ടർഫ്ലൈ ഓർമ്മ പെട്ടെന്ന് കാണുമ്പോ മനസ്സിലാവും എന്തെങ്കിലും ബ്ലൂ കളറിലുള്ള ഒന്നും ആവാൻ പറ്റൂല ഗൈസ്. അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ബ്ലൂ കളർ ഇല്ലാത്ത ബി വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാം. വേണ്ട, ബുക്ക് വേഗം കണ്ടുപിടിക്കൂ. വാട്ടർ ബോട്ടിൽ ഉണ്ട്. അത് പിന്നെ കണ്ടുപിടിക്കൂല ഷാമിക്ക് കണ്ടുപിടിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ബ്ലൂ കളറായ പറ്റൂലെന്ന്. അപ്പൊ ബുക്കായി ഇനി ബുക്കായി അഥവാ എന്നെ പിടിച്ചിട്ട് എന്റെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ എന്തായാലും കണ്ടുപിടിക്കാൻ പാടില്ല. 5 ഇവിടെ ഇല്ല, 5 ഓക്കെ. ഈ മാറ്റ് അത് ബ്ലൂ കളർ
ഞാൻ ബുക്ക് ബുക്ക് ഗൈസ് 5ന്റെ വാക്കിൽ ഞാൻ ബുക്കിലേക്ക് ബുക്ക് ഞാൻ ബുക്ക് ഏത് ബുക്ക്? നോക്കി ഇനി പരത്തി വെക്കൊന്നും ചെയ്യാൻ. ഞാൻ ഈ ബുക്ക് അവിടെ അങ്ങനെ തന്നെ വെച്ചോ, പിന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഈ ബുക്കാണ് ഗൈസ്. ഞാൻ ഇവിടെ ഇല്ല. അപ്പൊ ഈ ബുക്കാണ്. അഞ്ചിത ഈ ബാസ്കറ്റും ആണ് കേട്ടോ. ഓക്കെ സെറ്റ്. അതെ ഇവിടെ തീരെ ഇല്ലാത്തൊരു സാധനത്തിന്റെ ലെറ്റർ ആണ്. അപ്പൊ ശ്രീക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ശ്രീക്ക് തരാൻ പോകുന്ന ലെറ്റർ ബി. 3 മിനിറ്റ് ആണ്. ബെഡ്ഷീറ്റ്, ബട്ടർഫ്ലൈ ഉണ്ട്. എന്താ ടേബിളിന്റെ മുകളിൽ ഇവിടെ എല്ലാം നോക്ക്. ബോട്ടിലാ ഉറപ്പിച്ചോ? ഒരാള് ബോട്ടില് ഉറപ്പിച്ചോ? അല്ല അടുത്ത നോക്കി. സമയം 2 മിനിറ്റ് 17 സെക്കൻഡ് ബാക്കി. എനിക്കൊന്നും തല കത്തുന്നില്ല. ബി വെച്ചിട്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്താ? ബ്രഷാണോ? അത്ര ചെറിയ സാധനം ആവൂല അല്ലേ? ചെറിയ സാധനങ്ങളാവാൻ പറ്റും. അത് ചെറിയ സാധനമല്ല, വലുതല്ലേ? ആ ബ്രഷ് കുറച്ച് വലുതാ. ബ്രഷൊക്കെ ആവാൻ പറ്റും. ബ്രഷ് ആവാൻ പറ്റൂ. ഒരു ചാൻസ് പോയില്ലേ? സമയം എത്രയുണ്ട്? ഇനി 3 ചാൻസ് ഉള്ളൂ. 1 മിനിറ്റ് 53 സെക്കൻഡ് ബാക്കി. ഫ്രീസ് കാർഡ് എടുക്കുകയാണെങ്കിൽ ആകെ 3 ചാൻസേ കിട്ടുള്ളൂ. ഒരു ചാൻസ് കൂടെ ഇല്ലേ? ബാർബിന്റെ ഇതാണോ? ഇതായിരിക്കൂ ബാർബി. ഇത് മറ്റേ വലിക്കുന്ന സാധനം. പിന്നെന്താ ആണോ എന്ന് നീ പറ, ഞങ്ങളെ ചോദിക്കല്ലേ? ഞങ്ങൾ ചിലപ്പോ പറഞ്ഞോല്ലേ? 12 സെക്കൻഡ് ബാക്കിയുള്ളൂ ശ്രീ. ഒരാള് ഇതാണോ? ഏത്? ഇത് ഉറപ്പിച്ചു. അല്ല അല്ല എനിക്ക് ഫ്രീസ് കാർഡ് എടുക്കും. പെട്ടെന്ന് 55 5. എനിക്ക് തോന്നി ഞാനാവല്ലോ പെടാറ്. ഓക്കെ ഇന്നല്ലേ കാണിക്കട്ടെ. അത് നല്ലൊരു ക്ലൂ അല്ലേ? ഇതിലെ സാധനം ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, അങ്ങനെ ചെയ്യുന്ന ഒരു സാധനം. 18 സെക്കൻഡ് ബാക്കി. അതില് ബി ഉണ്ടോ? എനിക്കറിയോ, എനിക്ക് പേരെന്താ? പേര് പറയണോ? 10 സെക്കൻഡ്. 10 7 8 6 4 3 വണ്ടി അല്ല ടൈമർ ഈ റൂമില് അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താ ഉള്ളത്? ഇത് അതിന്റെ പേരെന്താ? ബാസ്കറ്റ്. ഞാൻ ബാസ്കറ്റ് ആലോചിച്ചു, പക്ഷെ ഞാൻ നല്ല ബാസ്കറ്റ് ആക്കാം, പിന്നാക്കാം, എന്ത്? ശരിയാണല്ലോ. ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ പണ്ണിയെ പറ്റി ഞങ്ങൾ ആലോചിച്ചതേ ഇല്ല കേട്ടോ. ഞാൻ അത് രൂപ ഫ്രീസ് ആവാനാ പറഞ്ഞേ, ആക്ഷൻ അല്ല. അവിടെ നേരത്തെ അവിടെ കിടന്നാ മതി. മനസ്സിലായില്ലേ? അതോളിങ്ങനെ വായിക്കുന്ന കണ്ടപ്പോഴല്ലേ. അല്ല ബുക്കാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. ഫ്രീസ് ആവണോ? അപ്പൊ ഇങ്ങനെ കാണിച്ചില്ലേ? അത് പൊട്ടത്തരാവോ? അത് ചലച്ചിന് ഇടയെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി എല്ലാരും ഫ്രീസ് ആയി നിക്കണോ? എന്നാ പോലെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഫസ്റ്റ് ഷാമി പോയി, ഓള് വലിയ കോൺഫിഡൻസിൽ വന്നു, ഒന്നും കിട്ടില്ല, പിന്നെ ഓളഞ്ഞു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇത് ലൂപ്പാന്ന് തോന്നുന്നു ശ്രീ. അപ്പൊ നിങ്ങളുടെ ലെറ്റർ ആർ. വെച്ചിട്ട് ഫസ്റ്റ് ഒരു സാധനം ആലോചിച്ചിരിക്കുന്നു. പിന്നെ റോപ്പ് ഉണ്ടോ? റോപ്പ് പിന്നെ ഇതിനെന്താ പറയാ? കേട്ടന് പിന്നെ ഇവിടെ
റോസ് 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 ഫ്ലവർ റോസ് ലൈറ്റ് എന്ന് പറയാല്ലേ അത് റോസ് റോസ് പോട്ട് റോസാക്കി കൂടെ അത് റോസ് അത് റോസാക്കാം ഗൈസ് നമുക്ക് പിന്നെ റോസാക്കാം പിന്നെ റെഡ് കളർ റെഡ് ചപ്പല റെഡ് ചപ്പല് റെഡ് സ്ലിപ്പർ ഉണ്ട് സർ ഇത് ഇതാണ് ബ്രഷ് ഹോൾഡർ ഇത് അതിനെന്താ പറയാ ഇതിന് ഇത് ഹോട്ട് ബാഗ് അതൊന്നും പറ്റില്ല അബദ്ധം മതി ഗൈസ് ഇതില് ഞാൻ റിമോട്ട് റിമോട്ട് ഉറപ്പിച്ച ഗൈസ് അത്ര ചെറുത് പറ്റുമോ ഇത് ഓക്കെ അല്ലേ ഇത് ഈ വലിപ്പം ഓക്കെയാണ് ഗൈസ് ഞാൻ ആ റാബിറ്റ് ആവാ അത് കഴിഞ്ഞ പ്രാവശ്യം ബണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ചിലപ്പോൾ അത് സെലക്ട് ചെയ്യണമെന്നില്ല ചിലപ്പോ ആറാവുമ്പോ ചിലപ്പോ ചിന്തിക്കാന്നറിയില്ല ഞാനിപ്പോ ഈ റാബിറ്റ് ആവാം ഞാനപ്പോ എസിന്റെ റിമോട്ട് ഓക്കെ ഗൈസ് ഞങ്ങളുടെ തീരുമാനം മാറ്റി ഞാന് ഈ റിമോട്ട് ഞാൻ ഇവളുടെ ഈ റെഡ് ചെരുപ്പ് റെഡ് സ്ലിപ്പർ ഓക്കെ അപ്പൊ അതാണ് നമ്മളായിട്ടുള്ളത് 5 ഈ ചെരുപ്പാണ് ഗൈസ് ഈ റെഡ് സ്ലിപ്പർ റെഡ് സ്ലിപ്പർ ആണ് ഞാൻ റിമോട്ട് ഓക്കെ സെറ്റ് ഇനി ഒരു തവണ കൂടെ പോവാൻ എനിക്ക് താല്പര്യമില്ല. വളരെ എളുപ്പമുള്ള ലെറ്റർ ആണ് സല്ലി ഞങ്ങൾക്ക് തന്നത് അത് വളരെ എളുപ്പമുള്ള ലെറ്റർ ആണെങ്കിൽ തോന്നുന്നു അടുത്ത റൗണ്ട് കൂടി ശ്രീ വരും ഞാൻ പറയാം എനിക്ക് വയ്യ ഞാൻ പറയട്ടെ ശ്രീക്ക് തന്നിരിക്കുന്ന ലെറ്റർ റെഡ് വരും പിന്നെ റോസ് ഈ റോസ് ലൈറ്റ് അതൊരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ എല്ലാം നോക്കിക്കോ ഞങ്ങൾ ഈ വിചാരിക്കാത്ത പല പല സാധനങ്ങളായി പേര് വരട്ടെന്ന് വരാം. എനിക്ക് ഇതിനൊരു ഡൗട്ട് ഉണ്ട് ഈ റോസ് ഈ ലൈറ്റ് ഉറപ്പിച്ചോ ഉറപ്പിച്ച് അല്ല അല്ലേ അല്ല വേറെ ഒരു ചാൻസ് പോയി ഇത് റെഡല്ലേ ഇത് റെഡല്ലേ ആണോ ഇത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആണോ എന്താ ഇത് റെഡ് ഫ്ലവർ വേസ് റെഡ് ഇതാ അതില്ല പിന്നെ റോസ് അതെ റോസ് പോവില്ലേ അത് റോസ് പോവത് അതെ അത് ഒരാള് അല്ല എനിക്ക് പ്രൈസ് കാർഡ് വേണോ ശ്രീ 2 ചാൻസ് എനിക്ക് ഒരു മിനിറ്റ് 52 സെക്കൻഡ് പ്രൈസ് കാർഡ് കൊണ്ടാ ഷാമി ഓക്കെ ഞാന് ഇങ്ങനെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കാണിക്കണേ ഞാനിപ്പോ എന്താ ചെയ്യാ കറക്റ്റ് എന്ത് രൂപത്തിലിരിക്കുന്ന ആ രൂപത്തിൽ കാണിക്കണം അയ്യോ എനിക്ക് കിട്ടൂല അങ്ങനെ ഒരു സാധനം അങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക് കണ്ണു നോക്ക് ഞാൻ വേണമെങ്കിൽ എക്സാം ഒത്തു പറഞ്ഞുതരാം പിന്നെ നോക്കണ്ട ഈ സാധനം മാത്രം നോക്കിയാൽ മതി എന്റെ കൈ മാത്രം കൈ ചതുര ഷേപ്പ് അതിപ്പോ എന്താ സാധനം സമയമില്ലട്ടോ 1 മിനിറ്റ് 7 സെക്കൻഡ് ബാക്കി 1 സെക്കൻഡ് 7 മിനിറ്റ് ബാക്കി 1 മിനിറ്റ് 7 സെക്കൻഡ് ആയി നല്ല കണ്ണു എത്ര സമയം ഇനി 42 സെക്കൻഡ് ബാക്കി ഉണ്ടായിരുന്നു ഞാനില്ലേ ഞാൻ ഈ ഒരു അവസ്ഥ കഴിച്ചില്ല പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇതിപ്പോ ഇന്റേതാണെങ്കിലും ഇവളതാണെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ എക്സാമ്പിൾ കൊടുത്തു എന്നാ നോക്കണ്ട ഇത് നോക്കിയാ മതിയാ ഞാൻ എനിക്ക് കാണിക്കാനൊന്നും പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വന്ന് എനിക്ക് കണ്ടുപിടിക്കും ഇങ്ങനെ മാത്രം നോക്കിയാ പോലെ ഇങ്ങനെയും കൂടി സാധനങ്ങളുണ്ട് താഴെ കൂടി സാധനം റോസ് ബാസ്കറ്റ് ആണ് റെഡ് സ്ലിപ്പർ അതെന്തോ പോലെയാണ് വള്ളി ഇങ്ങനെയാണ് പിന്നെ വള്ളിങ്ങനല്ലേ അങ്ങനെയാണോ എന്നാലും കാണിച്ചോടാ സ്ലിപ്പർ എങ്ങനെ സ്ലിപ്പർ ആയിരിക്കും എങ്ങനെ പറയും സ്ലിപ്പറോ കഴിഞ്ഞോ കച്ചറ കഴിഞ്ഞോ ഗൈസ് ഇന്ന റൂമിൽ ഞാൻ പുറത്താവുമ്പോണ് അടുത്ത പ്രാവശ്യം ഞാനാ വരുന്നത് എനിക്ക് തോന്നുന്നു ഇനി മൊത്തം ഞാനായിരിക്കും ഇനി തന്നെ ഞാൻ പക്ഷെ എന്താ വെച്ചാൽ കൊറേ ബ്ലൂ ആയിരുന്നു ബി ആയിരുന്നു മെയിൻ എങ്ങനെ ഈ ഭാഗ്യം കിട്ടുന്നു കഴിഞ്ഞ ചാലഞ്ചിൽ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുമ്പോ മാത്രം ഈച്ചവായും കഷ്ടപ്പാടൊന്നുമില്ലാത്ത ഞാൻ സമ്മതിച്ചില്ലല്ലോ ഞാൻ പോവാണ് ഓക്കെ എനിക്കറിയാം അവിടുത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ചലഞ്ച് ഞാൻ പറഞ്ഞത് അതെ ഓക്കെ ബൈ ക്ഷാമി പോയി ഗൈസ് ഇനി ഞങ്ങൾക്കുള്ള ലെറ്റർ നമുക്കുള്ള ലെറ്റർ ഡബ്ല്യു
വൈറ്റ് ഏതൊക്കെയാണ്? വൈറ്റ് അവക്കയുടെ വൈറ്റ് ടേബിള്, വൈറ്റ് സ്റ്റാൻഡ്, എല്ലാം വൈറ്റ് ടേബിൾ. വൈറ്റ് വെച്ചിട്ട് കൂടുതൽ വൈറ്റ് കളർ സ്റ്റാൻഡ്, വൈറ്റ് സ്റ്റാൻഡ്, വൈറ്റ് സ്റ്റാൻഡ്, വൈറ്റ് അവക്കാഡോ ഉണ്ട്, വേസ്റ്റ് ബിൻ ഉണ്ട്. വേസ്റ്റ് ബിൻ ഉണ്ട്. വേസ്റ്റ് ബിൻ ആവുന്നോ? അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അതിൽ ഏതാന്നുള്ള കൺഫ്യൂഷൻ വരും. ഞാൻ ഈ വാട്ടർ ബോട്ടിൽ ഇതായ പോലെ അല്ല ഇതാവണോ? നോക്ക്, അതായാല് ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇതാണെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി. 5 ഈ വാട്ടർ ബോട്ടിലാണ്. ഞാൻ ഈ വൈറ്റ് അവക്കാഡോ വാങ്ങണോ അതല്ലെങ്കിൽ ഈ വാർഡ്രോബ് വാങ്ങണോ? അല്ല, എനിക്ക് അതെന്താ തോന്നിയത്, ഈ വാർഡ്രോബാണ് നല്ലത്. കാരണം വാർഡ്രോബ് W വരുമ്പോ ഏറ്റവും ഫസ്റ്റ് എന്താണ് വരുന്നത്? അപ്പൊ അത് വലുത് എന്നുള്ള രീതിയിൽ ചിലപ്പോ ആരും എടുക്കൂല, വേസ്റ്റ് ചിലപ്പോൾ അത് എടുക്കൂല. അപ്പൊ ഞാൻ ഈ വാർഡ്രോബ് 5 വാട്ടർ ബോട്ടിൽ നിങ്ങള് വിചാരിക്കും ഞാൻ കണ്ടുപിടിക്കില്ല, പക്ഷെ കണ്ടുപിടിക്കും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. വൈറ്റ് കൺസോൾ. ഉറപ്പിച്ചോ? അല്ല 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 ഉറപ്പിച്ചല്ല, ഞാൻ ഇവിടെ ശ്വാസം വിട്ട ഞാൻ ഒന്ന് കേട്ടതാ. ഞാൻ ശ്വാസം വിട്ടിട്ടില്ല. വൈറ്റ് പോട്ട് ഞാൻ കേട്ട്. പിന്നെ വൈറ്റ് ടേബിൾ, വൈറ്റ് പെൻ ഹോൾഡർ, വൈറ്റ് പെൻ ഹോൾഡർ, വൈറ്റ് ലാമ്പ്. എന്താ അതിന്റെ എക്സ്പ്രഷൻ എന്താ ഒരു മാറ്റം വരാത്തത്? W വെച്ചിട്ട് പിന്നെ മങ്കി, ബട്ടർഫ്ലൈ, ഡക്ക്, റാബിറ്റ്, വൈറ്റ് വാർഡ്രോബ്, വൈറ്റ് AC. ഓക്കെ, എന്റെ റൂമല്ലേ അല്ലേ? ഉറപ്പിച്ചോ? എന്താ വൈറ്റ് കൺസോൾ? അല്ല, ബുക്കിന് W വെച്ചിട്ടൊന്നുമില്ലല്ലോ. ബുക്ക്, കവായി, ജേർണലിംഗ് ബുക്ക്. അതില്ല അടക്ക്. വൈറ്റ് എന്നല്ലാതെ സാധനങ്ങൾ W വെച്ചിട്ട് സാധനം ഉണ്ടാവണം. ഓ പടച്ചു ചിരിക്കുന്നില്ലല്ലോ. ഞാൻ നോക്കാം. 45 സെക്കൻഡ്. വാട്ടർ ബോട്ടിൽ. തെറ്റി. അല്ല, 3 ചാൻസ് കഴിഞ്ഞു. വാട്ടർ ബോട്ടിലാണ് ഞാൻ. വാട്ടർ ബോട്ടിലല്ല ഞാൻ. വാട്ടർ ബോട്ടിലാണ് സംഭവം. ഈ വാട്ടർ ബോട്ടിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കണ്ടേ. ആ വാട്ടർ ബോട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്. ഈ സാധനമാണ് ഓൾ ഇങ്ങനെ കഴിച്ചത്. ഇത് നേരത്താണ് 2 വാട്ടർ ബോട്ടിൽ. ഞാൻ പറയട്ടെ, ഞാൻ മറ്റേ വാട്ടർ ബോട്ടിൽ എടുക്കണം വിചാരിച്ചു. കാര്യം അവള് സ്ഥിരം അത് യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇത് പറയുന്നു. പക്ഷെ അവളെ തലയിൽ പോയില്ല. സംഭവം ഞാൻ കണ്ടുപിടിച്ചു. വാട്ടർ ബോട്ടിലാന്ന് കണ്ടുപിടിച്ചു. പക്ഷെ 2 വാട്ടർ ബോട്ടിൽ ഇവിടെ ഉണ്ട്. അത് ആ വാട്ടർ ബോട്ടിൽ എടുത്ത് കൈ പിടിച്ചോണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടിയത്. സത്യം. നീ ഞാൻ എന്താന്ന് അറിയണ്ടേ? ഇവിടെ വലിയൊരു സാധനം ഇവിടുത്തെ. ഇതോ ഞാൻ പറയണ വിചാരിച്ചു പക്ഷെ അവള് പറഞ്ഞില്ല. ഞാനിവിടെ പേടിച്ചിരിക്കുന്നു. വൈറ്റ് വാർഡ്രോബ്. ഞാൻ വൈറ്റിനെ മാത്രം ചിന്തിച്ചോളൂ. ശരി, എന്നാ വിട്ടോ. ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്താണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയായിരുന്നു. അതുകൊണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ വരും. അതെന്തായാലും വരണല്ലോ.
കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നില്ലേ? എന്നിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിക്കുകയും ചെയ്ത് ചാലഞ്ച് തീർന്നു. ഏത് ലെറ്റർ? ഈ റൗണ്ടിലെ ലെറ്റർ സി. ചെയർ, കൺസോൾ, കാർപ്പറ്റ്, കാർപ്പറ്റ്, ചെയർ, കൺസോൾ, കാർപ്പറ്റ്, ചെയർ, കട്ടിംഗ് മാറ്റ്, കട്ടിംഗ് മാറ്റ്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ട്രീ. പിന്നെ ഇതെന്താ? ഇത് ലാമ്പ്, ഇത് പ്ലാന്റ്, കട്ടിംഗ് മാറ്റ്, ചെയർ, ചെയർ പറഞ്ഞ, ക്യാമൽ പെയിന്റ്, സെറ്റ്, സിനിമ റോള്, അത് സി അല്ലേ? സിനിമ റോള്. അതുപോലെ ഞാൻ കട്ടിംഗ് മാറ്റ്, ഞാൻ ക്രിസ്മസ് ട്രീ, ഞാനത് മതി. ഇത് മതി, കട്ടിംഗ് മാറ്റ് മതി. ഇതിപ്പോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനെ അങ്ങനെ കിടന്നാ മതി ഗൈസ്. ഞാൻ ഇതാട്ടോ ഈ കട്ടിംഗ് മാറ്റ് 5 ആണ്. ക്രിസ്മസ് ട്രീ ഇല്ലേ, അത് ഞാനാണ് ഗൈസ്. റെഡി. ഇത്തവണ ഞാൻ അധികം വീരവാദങ്ങളൊന്നും മുഴക്കുന്നില്ല. ലെറ്റർ പറഞ്ഞോളൂ. ഷാമിക്ക് തന്നിട്ടുള്ള ലെറ്റർ സി. പിന്നെ സി വെച്ചിട്ട് മങ്കി, സോഫ്റ്റ് ടോയ്സ്, ബെഡ്, ലാമ്പ്, അതൊന്നും സി വെച്ചിട്ടില്ലല്ലോ. ചെയർ. ഓർപ്പിച്ചോ? ഒരാള് ചെയർ ഉറപ്പിച്ചോ? അല്ല. അടുത്തത് നിങ്ങൾ പിന്നെ എന്താ അവിടെ? മനസ്സിലാവില്ല. ചുറ്റിലൂടെ നോക്കൂ. സി വെച്ചിട്ട് ഇവിടെ 2 മിനിറ്റ് 25 സെക്കൻഡ്. കുറോമി സി. വേണ്ട, ഞാൻ അവിടെ വെക്കുന്നുണ്ട്. വലിയ എക്സ്പ്രഷൻ ആയിട്ട് ഇവര് മരിക്കണ്ടേ ഗൈസ്, അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. ഓക്കെ. പിന്നെ വൈറ്റ് ലാമ്പ്, ഈ ബാസ്കറ്റ്, സി വെച്ച് 2 മിനിറ്റ് 7 സെക്കൻഡ്. സി വെച്ചിട്ട് കളർ ഉണ്ടോ? സി വെച്ചിട്ട് കളർ സി വെച്ച് ഞാൻ സാധനം പറഞ്ഞേ. കുട്ടിക്കൂറ, കംഫർട്ടർ. അയ്യോ പിടിച്ചു വീണേ. ഒരാള് കംഫർട്ടർ. ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. അല്ല അല്ല. ഇതവിടെ തമ്മിൽ ഏറ്റു. എടുക്ക് ഫ്രീസ് കാർഡ് എടുക്ക്. അയ്യേ ഫ്രീസ് കാർഡ്. എല്ലാരും എല്ലാ റൗണ്ടിലും ഫ്രീസ് കാർഡ് എടുത്തിട്ടുണ്ട്. ഫ്രീസ് കാർഡ് ഉപയോഗിക്കാനുള്ള സാധനല്ലേ? താ വേഗം സമയം പോണേ. ആ പറ. ആരാ വേണ്ടത് പറ. ശ്രീ. അല്ല ശ്രീ. ഓ അങ്ങനെ നിങ്ങത്തെ സാധനം ഇവിടെ എന്താണുള്ളത്? സീരിയസ് അങ്ങനെ നിൽക്കുന്ന സാധനം എന്താണല്ലേ? 1 മിനിറ്റ് 27 സെക്കൻഡ് ആയേ. ഞാൻ പോവാ. എനിക്കൊരു ഗെയിം കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സീരിയസ് വേറെ എന്താ ഇവിടെ ഉള്ളത്? ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ. ഉറപ്പിച്ച്. ആണോ? ഫ്രീസ് കാർഡ് ഉപയോഗിച്ചാണെങ്കിലും വേണ്ടില്ല. ഞാനത് ഫ്രീസ് അത് കാണിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. അത് പറഞ്ഞില്ല ഞാൻ തീ വെച്ചത് പറഞ്ഞത് ഇങ്ങനെ ഇറങ്ങുന്ന സാധനം എന്താ ഉള്ളത് നോക്ക്. ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ കിടക്കുക. പണികളൊക്കെ അതിന്റെ മുകളിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതെ. കട്ടിംഗ് മാറ്റ്. കട്ടിംഗ് മാറ്റ്. ഓ ആ രീതിയിൽ നിങ്ങളൊക്കെ ചിന്തിച്ച സാധനം ചെയ്ത് ബ്ലൂ കട്ടിംഗ് മാറ്റ് പറ്റിയിട്ട് കട്ടിംഗ് മാറ്റ് ആക്കിയത്. അപ്പൊ പിന്നെ ഇവിടെ പോയിട്ടില്ല. എനിക്കൊന്ന് പോണേ. എന്തൊരു കഷ്ടം. ഞാനൊരു രസമുള്ള ഫോട്ടോ ചെല്ലു. പക്ഷെ 5 നേരത്തെ കാണിച്ചാൽ എനിക്ക് 5 വിളിച്ചെങ്കിൽ അത് പറ്റൂലേ? അത് പറ്റില്ല. പറയാൻ പറ്റൂലേ? അത് ശരിയാ. നന്നായി ശ്രീരാമത് പോയിക്കോ. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ലെറ്റർ എനിക്ക് എന്തെങ്കിലും ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ പുറത്ത് പോകണം. പോയില്ലല്ലോ. എനിക്ക് ഒന്നും പോലെ കണ്ടുപിടിക്കാനുള്ള അവസരം കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലെറ്റർ പി. പ്ലാന്റ്സ്. പെർഫ്യൂം. പെൻ ഹോൾഡർ. 2 പെൻ ഹോൾഡർ ഉണ്ട് ഇവിടെ. പോളറോയിഡ്സ്. പിന്നെ ഈ 2 പെൻ ഹോൾഡർ. പിന്നെ ഫോൺ ഹോൾഡർ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആയത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനാവൂലേ. ഞാൻ പോളറോയിഡ്സ് ആയാലോ? ഏത്? ഞാനിത്. ഓക്കെ. പിങ്ക് വെച്ചിട്ട് കുറെ സാധനങ്ങളില്ലേ? പിങ്ക് ഗ്രിഡ്. പിങ്ക് ബാർബി. പിങ്ക് ബാർബി. പിങ്ക് ബാർബി എന്താ? പിങ്ക് അത് വേണ്ട. അതുകൊണ്ട് സ്റ്റാൻഡ് മതി. പിങ്ക് സ്റ്റാൻഡ്. ഇതാ പിങ്ക് റാബിറ്റ്. പിങ്ക് ബട്ടർഫ്ലൈ. പിങ്ക് ലൈറ്റ്. പിങ്ക് ലൈറ്റ്സ്. പിങ്ക് റൈസ് ലൈറ്റ്സ്. ഞാൻ പോളറോയിഡ്സ്. 5 പോളറോയിഡ്സ്. ഞാൻ ഈ പോളറോയിഡ്സിലെ ഈ പിക്കാണ് കേട്ടോ. അപ്പൊ ഇതിന് പിക്ചർ എന്ന് പറഞ്ഞാൽ മതിയോ? പിക്ചർ പോളറോയിഡ്സ് പറയാം. അപ്പൊ 5 ഇതാണ് കേട്ടോ.
ഞാൻ ഈ പെർഫ്യൂം ആണ് ഗൈസ്. ഇത് ചിലപ്പോ പേർപ്പിൾ ചിലപ്പോ പറഞ്ഞാലോ വേണ്ട വേണ്ട വേണ്ട. ഞാൻ പറയുമ്പോ ഇതിലേതെങ്കിലും ആയിരിക്കോ? ഞാൻ ഈ ബ്രാൻഡ് അവഞ്ചി ഇത് ചിലപ്പോ എന്താ പെട്ടെന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് select ചെയ്യില്ല. ഇത് അപ്പൊ ഷാമി. ഇത് ഞാൻ 5 അപ്പോളോ കാണിച്ചു. പിന്നെ ഞാനിതാ വന്നിരിക്കുന്നത്. ആ പറഞ്ഞോ. ഇത് നമ്മുടെ ലൂപ്പ് പോലെ പോയി. ഇത് ഇവിടെ ഇതുവരെ ആയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളൊരു അവസരം തന്നെ എനിക്ക്. ഓക്കെ ശ്രീക്ക് തന്നിട്ടുള്ള അക്ഷരം പി പി 3 2 1 ഗോ. പോട്ടുണ്ട്, പ്ലാന്റ് ഉണ്ട്. പി 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 പ്ലാന്റ് ഉണ്ട്. നമ്മൾ എക്കോയോ പ്ലാന്റ് പോട്ട് പ്ലാന്റ് അതെന്താണ്? പ്ലാന്റ് അവൻ ഒരു ചാൻസ് ഉണ്ട്. അതിനിവിടെ ഒരു ലോഡ് പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ് എന്ന് പറയണോ? ഈ പ്ലാന്റ് ഏത് ഇത് ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. അല്ല അല്ലല്ലേ എപ്പോഴും തോന്നി. ഇതൊക്കെ ഇപ്പൊ ശീലായി. ലാസ്റ്റ് റൗണ്ടല്ലേ ഇനി ആവല്ലല്ലോ അതുകൊണ്ടാ. എടുക്കാനുള്ള പോക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പോട്ട് ഇത് പോട്ടല്ലേ? അതെ, അല്ലേ? പോട്ടുമാണ് പ്ലാന്റും ആണ്. അതാ ഞാൻ അത് ഈ ബി വെച്ച് ആലോചിക്കണം. ബി വെച്ച് ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോഴാണ് കണ്ടത്. അത് സത്യം പച്ച ഞാൻ കുറച്ച് സമാധാനപൂർവ്വമായി പിന്നെ ഒന്ന് കണ്ടുപിടിക്കും. എന്നാ പിന്നെ അടുത്ത റൗണ്ട് ഞാനൊന്ന് പോട്ടെ. അത് കഴിഞ്ഞ ലാസ്റ്റ് റൗണ്ടാ. ഇല്ല, എനിക്ക് പോകണം. ഇന്നെയാണ് കണ്ടുപിടിക്കുന്നത്. എനിക്കൊരു ചാൻസ് തരണം. കാണിച്ചു കൊടുക്കും. ഒന്നുകൂടെ പറഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. സമയം 1 മിനിറ്റ് 46 സെക്കൻഡ്. ആ പോട്ട് ഏ പോട്ട് ആ പോട്ട് ഏത് ഈ പോട്ട് ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. അല്ല അല്ല അതിന് വേണ്ടിട്ടാ ഞാൻ കാത്തിരുന്നത്. 5 വാ. 5 കാണിച്ചു കൊടുക്ക്. 5ക്കല്ലേ ആഗ്രഹം. ഫ്രീസ് അങ്ങനല്ല കറക്റ്റ് ഷേപ്പിൽ നിൽക്കണോ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ. ആ കണ്ടോ? ആ ഷേപ്പ് നോക്കിയാ മതി. എന്താ അത്? 1 മിനിറ്റ് 14 സെക്കൻഡ് ബാക്കിയേ. തലയിൽ വേണ്ടതാണ്. അതെ ഞാൻ ചെവി പറഞ്ഞു കൊടുക്കും. എങ്ങനെ ആയാലും എനിക്കൊന്ന് ഗെയിം കളിക്കാനായത്. 54 സെക്കൻഡ് ബാക്കിയുള്ളൂ. അതേപോലെ സ്ക്വയർ ആയിട്ടുള്ള എന്ത് സാധനങ്ങളുള്ള എനിക്കൊന്നും കിട്ടുന്നില്ല. ബോട്ട് ഇത് അല്ലേ? സ്ക്വയർ അല്ലല്ലോ. ചിന്തിച്ചതാണ് ഞാൻ. ഏതാന്ന് പറഞ്ഞിട്ടെ 8 ശ്രീ കേട്ടാല് പോട്ട് ഏതോ ഒരു സാധനമാണ്. ഏതാ അല്ലേ? പ്ലാന്റ് പ്ലാന്റ്. അവിടെ ഇരുന്നിട്ട് ആ പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ച് ഞാൻ ശരിക്കും മറ്റേത് പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ വെറുതെ ഇത് മാറ്റിയതാണ്. അല്ലേ? എനിക്ക് തോന്നി. പക്ഷെ ഇതായിരുന്നു ഞാൻ. എനിക്ക് നല്ല സങ്കടം ഉണ്ട്. അതൊക്കെ സുഖമുള്ള ഏർപ്പാടല്ലേ. ഇവിടെ വന്ന് നമ്മള് ഫസ്റ്റ് ആയി പോയി. ഏത് വേണം ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു. അഹങ്കാരത്തിന് കുറച്ചിലാണ്. എനിക്കൊരു ആഗ്രഹം തോന്നിപ്പോയി. അങ്ങനെ ട്രൈ ചെയ്യാതെ പോട്ടെ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇത്രയുള്ളൂ. 3 റൗണ്ടിലാണ് ശ്രീ വന്ന് ഞങ്ങളെ ശ്രീ സീക്കറായത്. 2 റൗണ്ട് ഞാനും. ഞാൻ അതുപോലെ അല്ല, ഞാൻ ഒളിച്ച് ഞാൻ തിങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പരകായ പ്രവേശം. അതെ. ഒന്ന് വേറൊന്നിലേക്ക്. ഒരു തവണ ചെരുപ്പായി, പിന്നെ എന്താ പറയാ പോട്ട് ബാസ്കറ്റ് ആയി, പിന്നെ ബോട്ടിലായി. അങ്ങനെ പരകായ പ്രവേശമായിരുന്നു. ബോട്ടിൽ ഓർമ്മിപ്പിക്കണേ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിവരങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി. This is Shamya. This is Anjali. Signing off.